പാറത്തോട് പഞ്ചായത്തിൽ പ്രതിപക്ഷമൊന്നും ഭരണകക്ഷിയൊന്നും ഇല്ലാതെ ഈ കഴിഞ്ഞ ഒരു വർഷം എനിക്ക് എല്ലാവിധ സപ്പോർട്ടും എല്ലാ ജനപ്രതിനിധികളും തന്നു. അവരെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയം വിലേതിയും കാണുന്ന വ്യക്തിയാണ്. നമ്മൾ മുന്നണി വയസ്സിലാണ് ജയിച്ചത്. തീർച്ചയായിട്ടും മുന്നണിയുടെ നയങ്ങളും തീരുമാനങ്ങളും നടപ്പാക്കാനായിട്ട് ബാധ്യസ്ഥനാണ്. അതുപോലെ ജയിച്ചു വന്ന ഓരോ ജനപ്രതിനിധിയെയും അവരെ അംഗീകരിക്കുകയും അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ജനപ്രതിനിധിയാണ് ഞാൻ. നമുക്ക് പ്രസംഗത്തിൽ എന്ത് വേണമെങ്കിലും പറയാം. പ്രസംഗിക്കുന്നതിലല്ല കാര്യം, എന്തു ചെയ്തു എന്നുള്ളതിലാണ് കാര്യത്തിൽ. എത്ര നാൾ ഇരുന്നു എന്നുള്ളതിലല്ല കാര്യം. നമുക്ക് സങ്കുചിതമായ മനസ്ഥിതിയും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും ഒക്കെയുണ്ട്. എനിക്ക് സ്വകാര്യമായ ഒരു അജണ്ടയും, എൻ്റെ അജണ്ട എന്ന് പറയുന്നത് എന്നെ തെരഞ്ഞെടുത്തുകൂടെ ജനത്തെ, പാറത്തോട് പഞ്ചായത്തിലെ ജനങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ്. അത് ഏത് കാര്യങ്ങളാണ്, ചെറിയ കാര്യം, എപ്പോഴും വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. വലിയ കാര്യങ്ങൾ എപ്പോഴും ഒരു വർഷം കൊണ്ട് വലിയ കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റില്ല. നമുക്കറിയാം, കോവിഡ് കാലം, വെള്ളപ്പൊക്കം വന്നു. എന്നാൽ ഒട്ടേറെ സന്നദ്ധ സംഘടനകൾ, അത് രാഷ്ട്രീയമില്ല, ഒട്ടേറെ സംഘടനകൾ നമുക്കറിയാം, നിരവധി സംഘടനകൾ. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സംഘടന ഞാൻ പറയാം, അത് ഞാൻ ഇടതുപക്ഷക്കാരനായിട്ട് പറയുകയല്ല, അത് DYFI എന്നൊരു സംഘടന. അവർ മനുഷ്യമുഖമായിട്ട് അവരെയും നമ്മൾ ആരെയും മാറ്റി നിർത്തുക എന്നുള്ളത് നമ്മുടെ ഒരു പരിപാടിയാണ്. പിന്നെ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ പറയാനുള്ള കാര്യം എവിടെയും പറയുക. നമ്മളെല്ലാവരെയും കൂട്ടി നിർത്തിക്കൊണ്ട് അത് രാഷ്ട്രീയം കാണാൻ പാടില്ല, മതം കാണാൻ പാടില്ല, പ്രാദേശിക ചിന്തകളാണ്. ഞാൻ പറയും, ചിലപ്പോൾ ഇലക്ഷൻ കാലത്ത് എനിക്ക് എതിര് നിന്നവരായിരിക്കും, പക്ഷെ അവർ പഞ്ചായത്തിൽ വരുമ്പോൾ അവരുടെ കാര്യം നടത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും നമ്മുടെ കടമ. പ്രത്യേകിച്ച് എന്നെ ഉപദ്രവിച്ച ആളാണെങ്കിൽ ഞാൻ പറയും, ആദ്യമേ കൊടുത്തു വിടാക്കാൻ പറയും, പിന്നെ നിന്ന് ഉപദ്രവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ പറയുന്നത് നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരോട്, മുൻ മെമ്പർമാർ ആരിവിടെ വന്നാലും അവരെ അറിയിക്കുന്ന ആദരവോടുകൂടി നമ്മൾ അവരെ സ്വീകരിക്കണം. നാളെ നമ്മളും ഇവിടുന്ന് പുറത്തേക്ക് പോകേണ്ടത്, നമ്മളിവിടെ കയറിയിരിക്കുമ്പോൾ പഴയ വന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ അവരെ പരിഗണിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ നാളെ നമുക്കും ഇത് വരാം. തീർച്ചയായിട്ടും നമ്മളെ മുൻ ജനപ്രതിനിധികളെ ചെയ്ത സേവനങ്ങളെ ഞാൻ ഒട്ടേറെ വിലമതിക്കും. ഇവിടെ വളരെ അടുത്ത സുഹൃത്ത് നമ്മുടെ ജോർജുട്ടിയും നമ്മുടെ കൊച്ചുപൊലിയും ഒക്കെ ഞങ്ങൾ വ്യത്യസ്ത പാർട്ടിയിൽ നിൽക്കുമ്പോഴും ഞാൻ അവരുമായിട്ടുള്ള സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ ഷാജിഖാനും മാർട്ടിനും ചിലപ്പോൾ ഉടക്കുണ്ടാക്കുമ്പോൾ ഉടക്കുണ്ടാക്കും, അത് വേറെ കാര്യം. പക്ഷേ നമ്മളെ ഓരോ വ്യക്തിക്കും അവരുടേതായ നല്ല വശങ്ങൾ ഒത്തിരിയാണ്. പലപ്പോഴും നമ്മളെ എടുത്ത് ചിന്തിക്കുന്നത് ഒരുത്തൻ്റെ മോശ വശം എടുത്തിട്ട് അവനെ ആക്രമിക്കാൻ, അത് രാഷ്ട്രീയമായിരിക്കും. പലപ്പോഴും ഞാൻ എല്ലാവരെയും കൂട്ടി നിർത്തുമ്പോൾ പലർക്കും അതിനൊരു ഒരു അടക്കം പോലെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചു നിന്നുകൊണ്ട് നമ്മൾ എപ്പോഴും എങ്ങനെയാണ്, ഇവിടെ വരുമ്പോൾ ആരും പരിഗണിക്കാത്തവരും ആരും റെക്കമെൻഡ് ചെയ്യാത്തവരെയാണ് ഞാൻ ആദ്യം പരിഗണിക്കും. പലപ്പോഴും നമ്മൾ ശബ്ദിക്കാൻ അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി പലപ്പോഴും പ്രവർത്തിക്കാനായിട്ട് വരില്ല. ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അവരെ എല്ലാവരും പരിഗണിക്കുന്നവരുത്. ചിലപ്പോൾ എതിർപ്പുകൾ നേരിടാം, അതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമ്മളെ ചെയ്യുമ്പോൾ സത്യസന്ധമായിട്ട് മാന്യമായിട്ട് ചെയ്യുക. അതെന്തോ, ഞാൻ കിട്ടിയ സ്ഥാനങ്ങൾ തൃപ്തിപ്പെടുന്നയാളാണ്. ഞാൻ ബാങ്ക് പ്രസിഡന്റ് ആകാനോ പഞ്ചായത്ത് മെമ്പറാകാനോ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാനോ ആഗ്രഹിച്ചു വന്നത്. എൻ്റെ പിതാവ് ഒരു സജീവ രാഷ്ട്രീയക്കാരൻ. അവിടെ ഇരുന്നുകൊണ്ട് പലരെ ഈ പ്രസിഡന്റ് കസേരയിൽ ഇരുത്തുവാനും ആ കസേരയിൽ താഴെ ഇറക്കുവാനും ഒക്കെ പല കളികളും ഞാൻ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും എന്നെ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഇങ്ങനെ പഞ്ചായത്ത് മെമ്പർ ആക്കണമെന്നോ അല്ലെങ്കിൽ എന്നെ ഒരു ബാങ്കിലേക്ക് ആക്കണമെന്നോ ആഗ്രഹിച്ച് എൻ്റെ പിതാവ് ഒരിക്കലും ഒരു സപ്പോർട്ട് ചെയ്തില്ല. ഞാൻ എൻ്റെ തറവാട്ടിൽ നിന്ന് മാറി ഞാൻ ഒറ്റയ്ക്ക് താമസിക്കാൻ പോയപ്പോഴാണ് ഞാൻ സജീവമായിട്ട്, ഞാൻ ആദ്യമേ തൊട്ട് രാഷ്ട്രീയ രംഗത്തുള്ളതാണ്. ഇങ്ങനെയൊന്നും ആകണമെന്ന് ആഗ്രഹിച്ചു. പിന്നെ ഈ അധികാരത്തിലേക്ക് വന്നോ ഇതൊക്കെ കൊള്ളാമല്ലോ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു, ഇപ്പം ആന്റണി MP, ഇപ്പം എനിക്കൊരു MP ആയിക്കോളാന്ന് ആഗ്രഹം. ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ഹിന്ദി അറിയത്തില്ല. ഇപ്പം ഡൽഹിയിൽ പോയിട്ട് കാര്യമില്ല. പിന്നെ ഒരു MLA ആകണമെന്ന് ആലോചിച്ചപ്പോൾ കുളത്തങ്കം പറഞ്ഞു, ഇതോടുകൂടി 10 വർഷത്തേക്ക് ഞാൻ മാറി തരിക. അപ്പം ഞാൻ അതും അങ്ങ് ഉപേക്ഷിച്ചു. അപ്പോൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ജനപ്രതിനിധിയാകുകയും പഞ്ചായത്ത് പ്രസിഡന്റ് ആകുകയും ഇതൊക്കെ ഒരു നിമിത്തമാണ്. അത് നമുക്ക് തരുന്ന അംഗീകാരം, അത് എന്ന് പറയുന്നത് ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നത്. ഞാനിവിടെ കയറിയിരുന്ന എൻ്റെ രാഷ്ട്രീയം കാണിക്കുവാനും, ഞാൻ പ്രസിഡന്റാണ്,
ഞാനെല്ലാം ചെയ്യും. അതിനല്ല, ജനങ്ങളുടെ ആവശ്യത്തിന് എന്ത് വന്നോ അതിനവരോടൊപ്പം ആയിരിക്കുക, അവരെ പരിഗണിക്കുകയും നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ജനപ്രതിനിധിയുടെ അത്. നല്ലപോലെ ജനങ്ങളോട് പെരുമാറിയാൽ നമ്മളെ നാളെ കാണുമ്പോൾ അവര് എന്താ എന്ന് ചോദിക്കും. ഇല്ലെങ്കിൽ പഞ്ചായത്തിൽ ഞാൻ ഇറങ്ങിയാലും ചൂട്ടിനുള്ള വരികയുള്ളൂ. നമുക്ക് ജനത്തോടൊപ്പം ആയിരിക്കണം. ഞാനൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനേക്കാളൊക്കെ വലിയ കാര്യങ്ങളുണ്ട്. നമ്മുടെ മുൻ ജനപ്രതിനിധികൾ ഒട്ടേറെ സേവനങ്ങൾ അവർ ചെയ്ത് എനിക്ക് ബഹുമാനപ്പെട്ട എംപിയോട് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ വന്ന ജനപ്രതിനിധികൾ ഇപ്പൊ നിലവിലുള്ള പഞ്ചായത്ത് മെമ്പർമാർ, വനിതാ മെമ്പർമാർ, ഇവരാരും പിന്നെ സമ്പന്ന കുടുംബങ്ങളിൽ നിന്ന് വന്നവരല്ല. ഇവരെല്ലാം അവരുടെ വീട്ടിലെ ഓരോ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ജനസേവനത്തിനായിട്ട് ഇറങ്ങി വരുമ്പോൾ ഇവരെ സംബന്ധിച്ച് 10,000-8,000 രൂപ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ വിളിക്കാനോ സ്കൂട്ടറെ വല്ല പെട്രോൾ അടിക്കാനോ ഫോൺ വിളിക്കാനോ ഉള്ള കാശ് മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ. മാന്യമായ ഒരു വേതനം അവർക്ക് ലഭിക്കുകയാണെങ്കിൽ മറ്റ് ആരോപണങ്ങളോ മറ്റു കാര്യങ്ങളോ നേരിടാതെ പൊതുജനങ്ങളെ സേവിക്കുന്നതിനോടൊപ്പം അവരുടെ ഭർത്താവിനെയും കുടുംബത്തെയും നോക്കുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഒരു ജനപ്രതിനിധിക്ക് ഒരു 15,000 രൂപയെങ്കിലും അവർക്കൊരു പ്രതിമാസം ലഭിച്ചാൽ മാത്രമേ അവർക്കതിന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതുപോലെ മുൻ ജനപ്രതിനിധികൾ നമുക്കറിയാം, സ്ത്രീകൾ പിന്നെ അധികം പണിയെടുത്തിട്ടല്ല അവരിങ്ങനെ അധികം പഴയ പോലെ സജീവ രാഷ്ട്രീയമാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അവർ പിന്നെ ഉള്ള പൈസ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഈ ആണുങ്ങളെന്ന് പറയുന്ന ആൾക്കാർ വരുമ്പോൾ അവരൊരു എനിക്ക് തോന്നുന്നൊരു 10-18 വർഷം തൊട്ട് മാർട്ടിനൊക്കെ നോക്കി കല്യാണം പോലും കഴിക്കാതെയാണ് ജനങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ കല്യാണം കഴിക്കാത്ത 2-3 പേരുണ്ട്. എൻ്റെ ഒരു ആഗ്രഹം ഇതിന്റെ കാലഘട്ടം തീരുന്നതിന് മുമ്പിൽ ഒരു പദ്ധതിയായിട്ട് വെച്ച് അവരെയും ഒരു കുടുംബമാക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിനുണ്ട് ജീവനക്കാരുണ്ട്, അതുപോലെ നമ്മളൊരു മെമ്പറുണ്ട്. അപ്പൊ അങ്ങനെ അത് നമ്മളവരെ ആക്ഷേപിക്കാനല്ല, അപ്പോൾ അവരെയും നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് സമൂഹത്തിലെ എല്ലാവരെയും ചേർത്ത് പിടിക്കുകയാണെങ്കിൽ ഈ രാഷ്ട്രീയമായ സംഘർഷങ്ങൾ, പക്ഷെ നമ്മൾ പറയാനുള്ളത് ഇവിടെയും പറയും, എന്നും അത് കയ്യേറ്റത്തിലോട്ടോ ഇതിനൊന്നും പോകേണ്ട യാതൊരു കാര്യങ്ങളും. അപ്പൊ ഞാൻ പറയും ജനപ്രതിനിധികൾ, അതുപോലെ മുൻ ജനപ്രതിനിധികൾ, അവർക്കൊക്കെ ജീവിക്കാനായിട്ട് ഈ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് അവസാനം നടക്കാനും എടുക്കാനും വയ്യെന്നാകുമ്പോഴാണ് ഈ രാഷ്ട്രീയം അവസാനിപ്പിച്ച് വീട്ടിലിരുന്നത്. അപ്പൊ അവർക്ക് അത്യാവശ്യമായിട്ടൊരു പെൻഷൻ കൊടുക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാകണം. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി അവരെ തള്ളിക്കളയില്ല എന്നാണ് എനിക്ക് എംപിയോട്, നിങ്ങളുടെ പാർലമെന്റിലും നിയമസഭയിലും ഒക്കെ പോകുമ്പോൾ എംപിക്കും MLAക്കും ഒക്കെ നല്ല പെൻഷൻ കിട്ടും. അപ്പൊ ഇവർക്കൊക്കെ അതിലേക്ക് കിട്ടിക്കോട്ടെ എന്ന് സന്തോഷമേ ഉള്ളൂ. അതിന് യാതൊരു ഒരു പരാതിയോ പരിഭവമോ ഇല്ല. ഇവിടെയൊക്കെ ഒത്തിരിയേറെ കഷ്ടപ്പെടുന്ന ആൾക്കാർ മെമ്പർമാർ വളരെയധികം നമുക്ക് കൃത്യമായിട്ട് ബോധ്യമാണ്. ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഞാൻ ഒരു വർഷം ഏകദേശം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ ഇന്നിരുന്ന് ഞാൻ 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ കസേര കാണുകയില്ല. അതൊക്കെ അതിൻ്റെ ഒരു ഓരോരോ വഴികളിലൂടെ അങ്ങ് പോകും. ഇതൊക്കെ ഒരു മാറ്റങ്ങളെ കാലഘട്ടത്തിനനുസരിച്ച് ചില രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ നമ്മുടെ ചിന്താഗതിയും ഒക്കെ മാറേണ്ട കാലങ്ങൾ അതിക്രമിച്ചു. നമ്മള് 10 വർഷം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ 50 വർഷങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു കാര്യവും. അപ്പൊ നമുക്ക് ചില 10 വർഷം കൊണ്ട് ഇപ്പൊ ആന്റണി MP ഇവിടെ നേതൃത്വത്തില് ഇവിടെ ഒരു 4 വരി പാത 10 വർഷം കൊണ്ട് ചെയ്യുകയാണ്. എന്റെ നല്ല പ്രായത്തിൽ എനിക്കും ഒരു വണ്ടി ഓടിച്ചു പോവാം. 50 വർഷം ചെയ്യുമ്പോൾ ഞാൻ അങ്ങ് മുകളിലായിരുന്നു. അവിടെ ഇരുന്ന് ഈ റോഡ് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ മുകളിലൊക്കെ ഭയങ്കര സൗഭാഗ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് കൂടെ നമുക്ക് അറിയത്തില്ല, അത് അവിടെ ചെന്ന് കഴിഞ്ഞാലേ അറിയത്തില്ല. അപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് സമയബന്ധിതമായിട്ട് തീർക്കുകയും നല്ല രീതിയിൽ നമ്മൾ ദീർഘവീക്ഷണത്തോടെ ചെയ്യുവാനുള്ള ഒരു ആർജവും എല്ലാ ഭാഗത്തും കേന്ദ്ര ഗവൺമെന്റിനാണേലും സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും ജില്ലാ പഞ്ചായത്താണേലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ദീർഘവീക്ഷണത്തോടെ പൊതുജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകണം. ഇവിടെ വന്ന മുൻ ജനപ്രതിനിധികളെ ഏറ്റവും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അതിന്റെ അർഹിക്കുന്ന ആദരവോടുകൂടി ഞാൻ പഞ്ചായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പൊടിമറ്റം പള്ളിയുടെ ബഹുമാന്യ വികാരി അച്ഛനുണ്ട്. അദ്ദേഹം നമുക്കറിയാം ലത്തീൻ പള്ളി എന്ന് പറയുന്നത് സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരുള്ള ഒരു പള്ളിയാണ്.
ആ പള്ളിയിലെ ഇടവക സമൂഹത്തെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഗ്രീൻ പാരീഷ് എന്ന് പറയുന്നത് ആ പള്ളികൾ ചെന്ന് കാണും. അവിടെ ഇല്ലാത്ത കൃഷികളില്ല. അച്ഛൻ ഈ വേഷത്തിലില്ല. അച്ഛൻ അവിടെ ഒരു കൈലിയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഒരു ബർമൂടയൊക്കെ ഇട്ട് അച്ഛൻ തൂമ്പയുമായിട്ട് എപ്പോഴും ആ പറമ്പിൽ ഒരു മാതൃകാപരമായ നല്ല ഒരു ജീവിതം നയിക്കുന്ന ഒരു വൈദികൻ ആണ് നമ്മുടെ അച്ഛൻ. അതുപോലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്. ഈ സിസ്റ്റേഴ്സിനെ പറ്റി പറയുമ്പോൾ ഞങ്ങളെല്ലാം ഒരു കുടുംബത്തിനെയാണ്. ഞാനും മഠത്തിനകത്താണ്, സിസ്റ്റേഴ്സും മഠത്തിനകത്താണ്. അങ്ങനെയാണ് ഈ അവിടെ ആ വാർഡിലെന്ന് പറഞ്ഞാൽ 324 വോട്ടാണ് അവിടെ മഠത്തില്. അവിടെ നിൽക്കുന്നവരെല്ലാം ഈ മഠത്തിന്റെ വോട്ട് കണ്ടുകൊണ്ട് ചാടി അവിടെ നിൽക്കും. എപ്പോഴും UDFിനാണ് വോട്ട് ചെയ്യും. ആര് എന്നാലും ജയിക്കും. ഞാൻ കഷ്ടകാലത്തിന് പോയി അവിടെ നിൽക്കുകയും ചെയ്തു. വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്ത് ഞാൻ നോക്കിയപ്പോൾ 324 അമ്മമാരും. ഞാൻ ഇരുന്നോടൊന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എഴുന്നേറ്റ്. എനിക്ക് സ്ഥലകാലബോധം വിട്ടു. ഈ വോട്ട് കിട്ടുമോ? അവിടെ ചെന്നപ്പോൾ അമ്മമാരാരും വാതിൽ തുറക്കുകയില്ല. ഞാൻ ആ പാടെ വിഷമിച്ചു പോയി. കഴിഞ്ഞ പ്രാവശ്യം 7 വോട്ടിന് പോയി, ഈ പ്രാവശ്യം 700 വോട്ടിന് നോക്കുമോ? ഏതൊക്കെ അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പോയി, ഞങ്ങളുടെ ജോണുകുട്ടി, നിന്റെ വീട്ടുപേര് മഠത്തിനകത്തുനിന്നല്ല, നീ ജോണുകുട്ടി എപ്പോഴാവുമെന്ന് വെക്കല്ല്, ജോണുകുട്ടി മഠത്തിനകം എന്ന് ബോർഡേ വെക്കാതെ. അപ്പൊ ഞാൻ ബോർഡേ വെച്ചു. ആരോ പറഞ്ഞു ഏതോ പ്രോൺഷ്യാളമ്മ നിർത്തിയിരിക്കുന്ന ആളാണ് ഈ ജോണുകുട്ടി മഠത്തിനകം എന്ന ആള്. അങ്ങനെ സിസ്റ്റേഴ്സ് തെറ്റിദ്ധരിച്ച് എനിക്ക് കുറെ വോട്ട് ചെയ്തു. അങ്ങനെ ഞാൻ എനിക്കൊന്ന് 40 വർഷമായിട്ട് അവിടെയുള്ള ഒരു വാർഡില് നമ്മുടെ ജോർജ് കുട്ടി മുൻ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ജയിച്ചുകൊണ്ട ഒരു വാർഡാണ്. അപ്പൊ ജോർജ് കുട്ടി എന്നോട് എന്നും പറയും, ജോർജ് കുട്ടി നീ അങ്ങോട്ട് വന്നേക്കണം, നീ നിർത്തുകയില്ല. അപ്പൊ അങ്ങനെ ഒരു വാർഡിൽ നിന്ന് ഞാൻ പറഞ്ഞു വന്നാണ് നമ്മുടെ സിസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പൊ അവരൊക്കെ കോവിഡ് കാലത്ത് ഒട്ടേറെ സേവനങ്ങൾ ചെയ്യും. അത് ഞാൻ ഒരു തമാശ രൂപയാണ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അവരെല്ലാം നമുക്ക് ഒട്ടേറെ സേവനങ്ങൾ, കാഞ്ഞിരപ്പള്ളി രൂപതയൊക്കെ, അതുപോലെ മലനാടിലെ അച്ഛന് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനം. ഒരു ദിവസം 2000 ബ്രെഡും 2000 പാലുമാണ്. അപ്പൊ വിജയമ്മ ചേച്ചി പറഞ്ഞു, വിജയമ്മ ചേച്ചിയുടെ വാർഡിലെ പല ആൾക്കാരും കളർ വെച്ചത് എന്നും ബ്രെഡും പാലും. അത് ഞങ്ങൾ ഏകദേശം 3 മാസം തുടർച്ചയായിട്ടും. അങ്ങനെ ഒട്ടേറെ സന്നദ്ധ സംഘടനകൾ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തില് 2 പേരുണ്ട്, അലിയാര സുമിന അലിയാർ. ഇണക്കൊരു വീടാണ് ഞങ്ങളുടെ പഞ്ചായത്തിന്. പാർട്ടിപരമായിട്ട് വരുമ്പോൾ ഞങ്ങൾ അവരുമായിട്ട് ചേരുകയില്ല. പക്ഷെ പഞ്ചായത്ത് മെമ്പറെന്നുള്ള രീതി നമുക്ക് അലിയാരെയും കൂട്ടി ഞാൻ കൊണ്ടുപോകും. ഇപ്പൊ ഇവിടെ വന്ന എല്ലാ ജനപ്രതിനിധികളെയും, മുൻ ജനപ്രതിനിധികളെയും, മാധ്യമ സുഹൃത്തുക്കളെ എല്ലാം ഞാൻ പാറത്തോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാ ആദരവും അർപ്പിക്കുന്നു. അതുപോലെ എനിക്ക് ഇനിയിപ്പോൾ കാര്യത്തിലേക്ക് വരാനുള്ളത്, നമ്മുടെ MBA ഞങ്ങൾക്ക് ഒന്ന് പട്ടം കൂടി പിടിക്കാനാണ്. ചില പഞ്ചായത്തിന്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് ധരിപ്പിക്കാനുണ്ട്. അദ്ദേഹം നമ്മുടെ 26 റോഡ് PMGSY സ്കീമിൽ ഉൾപ്പെടുത്തി ടാർമാക്കുമൊക്കെ ചേർന്നതിനോട്ട് ഒട്ടേറെ പ്രവർത്തിച്ച വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു നല്ല റോഡ് നമുക്ക് തന്നു. അദ്ദേഹത്തിന് അതിന് പാറത്തോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാ അഭിനന്ദനവും അറിയിക്കുന്നു. അതുപോലെ പൊടിമറ്റത്ത് നിന്ന് ആരംഭിച്ച് നമ്മുടെ ഇല്ലിമൂട് ആനക്കലി ചെല്ലുന്ന റോഡും PMGSYയിൽ 2.25 കോടി രൂപയുടെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അത് നല്ല നിലവാരത്തിൽ ആ റോഡ് ചെയ്യും. ആ റോഡ് പൂർത്തിയായിട്ട് വേണം പാറത്തോട് പഞ്ചായത്തില് ആ റോഡ് ഒരു മനോഹരമായ പൂന്തോട്ടം 2 സൈഡിലും വെച്ച് പിടിപ്പിക്കാനായിട്ട് ഞാൻ മെമ്പറായപ്പോൾ എൻ്റെ ആദ്യത്തെ ആഗ്രഹമായിരുന്നു. ഞാൻ ലത്തീംപള്ളിയിലെ അച്ഛനെയും അതുപോലെ ഞങ്ങളുടെ മഠത്തിലെ സിസ്റ്റേഴ്സിനെയും നാട്ടുകാരെയും കൂടി 2 സൈഡും ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണമെന്ന്. ഈ റോഡിന്റെ പണി തീർന്നിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അപ്പൊ അത് ആൾക്കാർ വലിയ പ്രതിഷേധവുമായിട്ട് നിൽക്കുകയാണ്. MP പറഞ്ഞു ഉടനെ തന്നെ പണി ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് ബോർഡൊക്കെ ആൾക്കാർ ജോണിക്കുട്ടി MPയെ കണ്ടില്ല, ഇന്നലെ ഇവിടെ ഇരുന്നെന്ന്. ഞാൻ MP ഡൽഹിക്ക് പോയി. ഞാൻ എൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോയതാണ്. ബോർഡ് സാരമില്ല, ബോർഡൊക്കെ ആ വഴിക്ക് പോട്ടെ, പണി ഉടനെ തന്നെ തുടങ്ങും. അതുപോലെ ഞങ്ങൾക്ക് 1-2 റോഡുകളുണ്ട്. നിരവധി കാലം നിവേദനം തന്നാണ് MPക്ക്. പാറത്തോട് പഞ്ചായത്തില് പാറത്തോട് ജംഗ്ഷനിൽ ആരംഭിച്ച പാലപ്പുറ വഴി കള്ളവേലി വേങ്ങത്താനം ചേന്നാട് എത്തുന്ന ഈരാറ്റുപേട്ടയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഏറ്റവും പഴയ ഒരു റോഡ്, അത് MP ഒരു പരിഗണനയിലെടുത്ത് വീതി കൂട്ടി PMGSY സ്കീമിൽ ഉൾപ്പെടുത്തണം. അതുപോലെ പഴയ ഒരു റോഡാണ് വെളിച്ചേരി പാലപ്പുറ റോഡ്. പിന്നെ ഏതൊക്കെയായാലും കിടക്കുന്ന റോഡ് ഞങ്ങൾ അത് MLA ഒരു ഫണ്ട് അനുവദിച്ച് 5 കോടി അനുവദിച്ചു. അതുപോലെ നമുക്ക്
നമ്മുടെ ആയുർവേദ ആശുപത്രിയും ഹോമിയോ ആശുപത്രിയും ഒക്കെ സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങളുടെ സ്ഥിതി വളരെ മോശമാണ്. നമ്മുടെ പഞ്ചായത്തിന് ഏകദേശം 90 സെന്റ് സ്ഥലത്തോളം പുല്ലാമ്പള എന്ന് പറഞ്ഞൊരു വ്യക്തി സൗജന്യമായി വിട്ടു നൽകിയ ആ സ്ഥലത്താണ് നമ്മുടെ KSCBയുടെ ഓഫീസും കൃഷിഭവനും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയൊക്കെ നമ്മളൊരു ബിൽഡിങ് പണിയുമ്പോൾ നമ്മുടെ പേരെഴുതി അവിടെ വെക്കുന്നതിനാണ്. അത് എല്ലാ കാലങ്ങളിലും ജനപ്രതിനിധികൾ ചെയ്യുന്നു. നമ്മളത് ചെയ്യുമ്പോൾ അത് ഭംഗിയായിട്ട് ദീർഘവീക്ഷണത്തോടെ കുറേ നാൾ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു ബിൽഡിംഗ് ആയിരുന്നു. അപ്പം നമുക്ക് MPയുടെ നിന്ന് വലിയ ഒരു ബിൽഡിംഗ് സമുച്ചയമാണ് ഞങ്ങൾ അവിടെ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും എന്നും ഈ KK റോഡിലൂടെ പോകുന്ന ആൾക്കാരെ കാണാൻ പറ്റും. ഇതൊരു 4 വരി പാതയാകുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് മന്ത്രി വരുമ്പോൾ നോക്കുമ്പോൾ ആന്റണി MPയുടെ ഫണ്ട് വലിയ ഒരു കെട്ടിട സമുച്ചയം തീർച്ചയായിട്ടും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നിരവധി ഒത്തിരി കാര്യങ്ങൾ പറയാൻ നമുക്ക് MPയോട് ഇവരെല്ലാവരും പറഞ്ഞു, മെമ്പർമാരും നമുക്ക് ഓരോ സിന്ധു പറഞ്ഞു എനിക്കും പൈസ വേണം, ഞാൻ പറഞ്ഞു എനിക്കും വേണം. പക്ഷെ ഇതെല്ലാം കൂടെ പറഞ്ഞാൽ ഈ ചെറിയ തുക MP നമുക്ക് എഴുതി തരും, പിന്നെ വലിയ തുക കിട്ടുകയാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാം അത് വേണ്ടാന്ന് വെച്ച് പ്രധാന 1-2 കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരണം. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് നമുക്കറിയാം MPക്ക് ഇവിടെ തൊട്ടങ്ങ് പത്തനംതിട്ട വരെ കിടക്കുന്നതാണ്. MPക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എങ്കിലും MP 2-3 വെയിറ്റിംഗ് ഷെഡ് അനുവദിച്ചിട്ടുണ്ട്. ഒന്ന് കൊടിമറ്റം, ഒന്ന് ചിറ്റടി, ഒന്ന് ചോറ്റി. എന്നാ വന്നു ഡൈസിനും വേണം, വിജയമ ചേച്ചിക്കും വേണം. അപ്പം ഞാൻ പിന്നെ പ്രസിഡന്റ് ഉപേക്ഷിക്കാൻ പറ്റുന്ന എനിക്കേ ഉള്ളൂ, ഞാനതുകൊണ്ട് ഉപേക്ഷിച്ചു. എങ്കിലും MP പറഞ്ഞു കൊടിമറ്റത്തോടെ ഒരു വെയിറ്റിംഗ് ഷെഡ് തരാം, അത് കമ്മിറ്റി തീരുമാനമെടുത്ത് അതോടെ തരും. തീർച്ചയായിട്ടും അത് MP അനുവദിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപ വെച്ച് അതിനും പ്രത്യേകിച്ച് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാ അഭിനന്ദനവും അറിയിക്കുന്നു. ഞങ്ങളെ ഈ കാര്യങ്ങൾ പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തീർച്ചയായിട്ടും നമുക്ക് MP അതൊരു വലിയ കാര്യമായിരിക്കും. ഈ കോട്ടയത്ത് നിന്ന് പോകുമ്പോൾ കുമളി വരെ ചെല്ലുമ്പോൾ ആന്റണി MPയുടെ പേര് എടുത്ത് കാണിക്കാനുണ്ട്. ഞാനിതിങ്ങനെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഞാൻ പറയാം എനിക്കും ആഗ്രഹമുണ്ട് എൻ്റെ ഒരു പേര് എവിടെയെങ്കിലും ഉണ്ടെങ്കിലും നല്ലതാണ്. ഒന്നും പറ്റാതെ ഞാൻ ഇവിടെ ഒരു ജനസേവാ കേന്ദ്രം തുടങ്ങിയായിരുന്നു. അവ മെമ്പർമാരെല്ലാം പറഞ്ഞു നമ്മുടെ എല്ലാം കൂടെ പേര് ഇരുന്നോട്ടെ. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അവിടെ വെച്ചേക്കാൻ പറഞ്ഞു. ഈ ആഗ്രഹം ചുമ്മാ നമ്മൾ പറയാൻ പാടില്ല അല്ലേ. ഞാൻ പറഞ്ഞു അവിടെയും നമ്മുടെയും ഇരിക്കട്ടെ. ഇവിടെ പടിഞ്ഞാറ്റയുടെയും ജോർജുട്ടിയുടെയും കൊച്ചുപേരുടെയും ഷാദിഖാന്റെയും മാർട്ടിന്റെയും ഇവരുടെ എല്ലാം കരീമാ സാറിന്റെയും പേരിരിപ്പുണ്ട്. അതിന്റെ കൂടുതൽ അലിയാറിന്റെയും എൻ്റെ എല്ലാം കൂടെ താഴെയോടെ എഴുതുന്നുണ്ട് അല്ലേ. അപ്പൊ ഞങ്ങൾക്കിങ്ങനെ വേറെ കാര്യങ്ങളിലേക്കൊന്നും കിടക്കാനില്ല. ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഈ വലിയ പ്രാസംഗികളുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞാല് PC-യോട് പറയുന്നത് നാടൻ ഭാഷയിലാണ്. അപ്പൊ അതിനകത്ത് വേറെ കുറെ പദങ്ങൾ കയറി വരുന്നേ ഉള്ളൂ. ഇതിപ്പോ ഞാൻ അല്ലാത്ത ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും MP ഞങ്ങളുടെ കാര്യം പരിഗണിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി ഒരിക്കൽ കൂടി എല്ലാവിധ വന്ന മെമ്പർമാർക്കും എല്ലാവിധ അഭിനന്ദനവും അറിയിച്ചുകൊണ്ട് ഈ 5 വർഷക്കാലം ഞങ്ങൾ ഇരിക്കുമ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ ഇവിടുത്തെ മുഴുവൻ മെമ്പർമാരും വന്നാലും ഈ പറഞ്ഞ എല്ലാവർക്കും സ്വാഗതം, ബന്ധുക്കൂസുകാർ പറഞ്ഞാൽ ഏവർക്കും സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട്